സുഹൃത്തുക്കളെ നമസ്കാരം. എന്തായാലും എൻ്റെ നിലവിലിരിക്കുന്ന അശാന്തിക്കും മതവിദ്വേഷത്തിനും മതതീവ്രവാദങ്ങൾക്കും കാരണം അതിൻ്റെ വേരുകൾ എന്താണെന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാനിട്ടത്. എന്തായാലും അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു റിയാക്ഷനും വന്നില്ലെങ്കിലും ചില കമൻറ്റുകൾ വളരെ ഇകഴ്ത്തിക്കൊണ്ട് ഞാൻ എന്തോ വിഡ്ഢിത്തം പറയാണ് എന്ന നിലയിൽ ഉള്ള കമൻറ്റുകൾ കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെയെങ്കിലും കിട്ടിയാലോ എന്നുള്ളത്. പക്ഷേ ദയവ് വിചാരിച്ചിട്ട് ഇത് വെറും ഒരു തമാശ അല്ലെങ്കിൽ വെറും താഴേക്കടയിലുള്ള ഒരാൾ അയാളുടെ ഇഷ്ടത്തിന് ഒരു സാധാരണ ഒരു അങ്ങാടിയിലുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് യാതൊരു ബേസും ഇല്ലാതെ സ്വന്തം ശരി എന്താണ് എന്ന് സമർത്ഥിക്കാനായിട്ടുള്ള കുറേ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അബദ്ധങ്ങളും കൊണ്ട് എന്തെങ്കിലും പറയാണ് എന്ന് വിചാരിക്കരുത്. ദയവ് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ എന്തുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയും മാധ്യമവും ഇങ്ങനെ ആയത് എന്നതിന് കൃത്യമായ കാരണമുണ്ട്. അതിൻ്റെ വിത്തുകൾ പ്രത്യേകിച്ച് RSS, ബജ്രംഗ് ദൾ, ഇവർക്കൊക്കെ എന്തുകൊണ്ട് ഈ വിദ്വേഷം ഉണ്ടായി, അതിനു മുമ്പില്ലാത്ത വിദ്വേഷം എന്തുകൊണ്ട് അന്യോന്യുണ്ടായി എന്നത് ചികയുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയുള്ള ഒരു അനാലിസിസ് നടത്തിയതായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഏറ്റവും നല്ല ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഇന്നത്തെ ഗാസയിൽ നടക്കുന്ന ഇസ്രായേലും ഫലസ്തീനികളും തമ്മിലുള്ള യുദ്ധത്തിനുള്ള യഥാർത്ഥ വേരുകൾ അതെങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി പഠിച്ച് റിസർച്ച് ചെയ്ത് അനലൈസ് ചെയ്ത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അതായത് സ്കോട്ട് ആൻഡേഴ്സൺ എന്ന ഒരു ബ്രിട്ടീഷുകാരൻ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ യൂറോപ്യനാണ്, എന്തായാലും ബ്രിട്ടീഷുകാരനാണോ എനിക്കറിയില്ല, യൂറോപ്യനാണ് അദ്ദേഹം. ലോറൻസ് ഇൻ അറേബ്യ, എന്താണ് ലോറൻസ് ഓഫ് അറേബ്യ അല്ല, ലോറൻസ് ഇൻ അറേബ്യ എന്ന് പറഞ്ഞിട്ട് വളരെ ഗഹനമായതും കൃത്യമായതും കണിശമായതും ഓരോ നിമിഷം ഓരോ ദിവസവും വെച്ചിട്ട് എവിടെ എങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നു, ഈ ഫലസ്തീൻ എന്ന ഈ ഭൂപ്രദേശം അന്ന് അവരുടെ അല്ലാതിരുന്നിട്ട് പോലും അവരുടെ കയ്യിൽ ആ സാധനം കിട്ടിയില്ല, അവർക്ക് അതിൽ യാതൊരു അധികാരം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ഈ വൃത്തികെട്ട ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത അധാർമികമായ എന്ത് കാര്യം ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ബ്രിട്ടീഷുകാർ ഒരേ സമയം ഒരേ കാലം വ്യത്യസ്തമായ 3 അംഗങ്ങൾക്ക് 3 ഗ്രൂപ്പുകൾക്ക് ഈ സ്ഥലം അവർ വാഗ്ദാനം ചെയ്തു. അത് അവരുടെ നല്ല സ്ഥലം. ആ സ്ഥലം അന്ന് ഖലീഫയുടെ കീഴിലുള്ളതാണ്, അതായത് ഓട്ടോമൻ തുർക്കിയുടെ കീഴിലുള്ളതാണ്. ആ സ്ഥലം
ഒന്നാം ലോകമഹായുദ്ധത്തിന് അത് ആ സ്ഥലം ഫ്രഞ്ചുകാരോട് കൃത്യമായിട്ട് എവിടെ വെച്ചിട്ട് യോഗം ചേർന്നു എന്നും ആ യോഗം ചേർന്നതിൽ ആരൊക്കെ പങ്കെടുത്തു എന്നും അതിൽ പിന്നെ ആ കരാറുകൾ എന്തൊക്കെയായിരുന്നു എന്നും ആ പുസ്തകത്തിലുണ്ട്. അങ്ങനെ ഫ്രാൻസുകാരോട് ഈ യുദ്ധത്തിൽ അവരെ സഹായിക്കുകയാണെങ്കിൽ, ബ്രിട്ടീഷുകാരെ സഹായിക്കുകയാണെങ്കിൽ യുദ്ധത്തിന് ശേഷം ഓട്ടോമൻ തുർക്കികളുടെ കയ്യിലുള്ള ഈ ഫലസ്തീൻ പ്രദേശം അവർക്ക് കൊടുക്കാം എന്ന് സന്ധി ചെയ്തു. അതിനു പുറമെ മറ്റൊരു സന്ധി ചെയ്തു. അതാരോടാണ്? ഈ ഓട്ടോമൻ തുർക്കികളുടെ കീഴിൽ ജീവിച്ചിരുന്ന ഒരു നാട്ടുരാജ്യമായിരുന്ന നജദിലെ ഭരണാധികാരിയായിരുന്ന സൗദികൾക്ക്, അവരായിരുന്നു അന്ന് മക്കയുടെയും മാനേജ്മെൻറ്റും, അവർക്ക് ഇതൊക്കെ നിങ്ങൾ അവരുടെ യജമാന്മാരായ അവരുടെ തുർക്കികളെ ഇല്ലാതാക്കുകയാണെങ്കിൽ, ഞങ്ങളെ കൂടെ നിന്നിട്ട് യുദ്ധത്തിൽ ഞങ്ങളെ കൂടെ നിന്ന് തുർക്കിയെ ഇല്ലാതാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തരാമെന്ന് അവരോട് വാഗ്ദാനം ചെയ്തു. അതിന് പുറമെ എന്നിട്ടാണ് ഈ നജദുകാർ അവിടെയുള്ള അന്ന് തുർക്കിക്ക് ഒരു റെയിൽവേ ഉണ്ടായിരുന്നു, അതുവഴിയായിരുന്നു സൈന്യവും മറ്റ് ഭരണ കാര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. അത് മുഴുവൻ തകർത്തത് ഈ ലോറൻസും അതേപോലെ തന്നെ സൗദിയിലെ പട്ടാളക്കാരും. ഈ സൗദിയിലെ സാധാരണ പട്ടാളക്കാർക്ക് ഈ എക്സ്പ്ലോസീവ് എങ്ങനെ ഉപയോഗിക്കണമെന്നും അങ്ങനെ പാലങ്ങൾ തകർക്കണമെന്നും അറിയില്ല. അതൊക്കെ എങ്ങനെ അതിനൊക്കെ തകർക്കാൻ കൂട്ടുനിന്ന ആളാണ് ഈ ലോറൻസ് ഓഫ് അറേബ്യ എന്ന ആ നോവലിലുണ്ട്. അതേപോലെ തന്നെ ലോറൻസ് ഇൻ അറേബ്യ എന്ന ഈ റിസർച്ച് പേപ്പറിലുണ്ട്. റിസർച്ച് പേപ്പറെന്നോ നോവലിനോ എന്ത് വേണമെങ്കിലും പറയും. എന്തായാലും കൃത്യമായ ഇതൊക്കെ ഉണ്ടായി. അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരെ കൊണ്ട് അവരുടെ ഈ സൈന്യത്തിൻ്റെ ധമനികൾ അറുക്കുക എന്നുള്ളതാണ് ഈ പിന്നെ സൗദിയിലെ രാജാവ് കാലുവാരിയിട്ട് ചെയ്തത്. പക്ഷെ കാലുവാരി ചെയ്തെങ്കിലും ഈ സ്ഥലം അവർക്ക് കൊടുത്തില്ല ഭരണം വിജയിച്ചതിന് ശേഷം. പിന്നെ മൂന്നാമത് ഇതേപോലെ തന്നെ ജൂതന്മാരോട് ഒരു കരാറുണ്ടാക്കിയിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ കരാറനുസരിച്ച് ഈ സ്ഥലം ജൂതന്മാർക്ക് കൊടുക്കാം എന്നും കരാറുണ്ടാക്കി, അവർ വിജയിക്കുകയാണെങ്കിൽ. ഇങ്ങനെ 3 പേരോടും ഒരേപോലെ അവരുടേതല്ലാത്ത സ്ഥലം, അവരുടേതല്ലാത്ത ഭൂമി, അവർക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് അവർ തന്നെ അംഗീകരിക്കുന്ന ഭൂമി യുദ്ധത്തിൽ വിജയിച്ച് അവരുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് 3 പേർക്കും, ഈ സഹായിക്കുന്ന 3 പേർക്കും കൊടുക്കാം എന്ന് കരാറുണ്ടാക്കിയ ആ കരാറാണ് യഥാർത്ഥത്തിൽ. അതിനുശേഷം ഇന്നേ വരെ ഉള്ള അശാന്തിക്കും ക്രൂരതകൾക്കും പൊട്ടിത്തെറികൾക്കും നശിപ്പിക്കലിനും ഒക്കെ അടിസ്ഥാന കാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ മുസ്ലിങ്ങളുടെ
മതതീവ്രവാദവും അതേപോലെ ജൂതന്മാരുടെ ജീവിക്കാനുള്ള മോഹവും ആണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ജൂതന്മാരോ ആണ് ഇപ്പോൾ ഫലസ്തീനിൽ നടക്കുന്ന അല്ലെങ്കിൽ ഗസയിൽ നടക്കുന്ന എല്ലാത്തിനും അവരുടെ കുറ്റാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇന്ന് ലോകത്ത് കാണുന്ന അധിക ആൾക്കാരും. പക്ഷേ അതിനുള്ള കാരണം ഇവരൊന്നുമല്ല. ബ്രിട്ടീഷുകാർ അക്കാലത്ത് അവരുടെ കോളനൈസേഷൻ്റെ ഭാഗമായി തികച്ചും അധാർമികമായും സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം അത് സംഘടിപ്പിക്കാനായിട്ട് ലോകം മുഴുക്കെ കൊള്ളയടിച്ച് പൂർണ്ണമായും അധാർമികമായി, ഒരു വാക്ക് എനിക്ക് പറയാൻ കഴിയുള്ളൂ, പൈശാചികമായി, മനുഷ്യത്വം എന്ന് തൊട്ട് തീണ്ടാത്ത അത്യന്തം വികൃതമായ രീതിയിൽ ഈ ലോകത്തെ അമ്മാനമാടി. ഈ അമ്മാനമാടിയതിൻ്റെ ഭാഗമാണ്, അമ്മാനമാടിയതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഗസയിൽ കാണുന്ന കൂട്ടക്കരുതികളും മനുഷ്യൻ്റെ ദീനദീന രോദനങ്ങളും. അതോടുകൂടി തുടങ്ങിയതാണ് എന്ന് നാം മനസ്സിലാക്കണം. അതേപോലെ ഇന്ത്യയിൽ അവർ പാകിയ വിത്തുകളുടെ ഭാഗമാണ് ഇന്ന് RSS ആണെങ്കിലും ബജ്രംഗ് ദളാണെങ്കിലും മതവിദ്വേഷവും അപരനിന്ദയും മനുഷ്യരെ വെറുക്കാനും അതേപോലെ അതിന് പകരമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയും പിന്നെന്താ SDPI ഒക്കെ ഇപ്പുറത്തുനിന്നും അതേപോലെ അതിനെതിരായിട്ടുള്ള ഒരു റിയാക്ഷനായിട്ടാണ് ഇങ്ങപ്പുറത്തും ഉണ്ടാവുന്നത്. ഇതിനൊക്കെ കാരണം അവിടത്തെക്കാളും കൂടുതൽ അടിസ്ഥാനപരമായിട്ട് തന്നെ ഈ വിത്തുകൾ നമ്മളെ ഈ സമൂഹത്തിൽ നമ്മുടെ ഭരണഘടനയിൽ തന്നെ എങ്ങനെ വിതക്കാൻ പറ്റിയെന്നും എങ്ങനെ അവർ വിതച്ചിട്ട് പോയി എന്നും പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെ ഒന്ന് ഭരണഘടന എടുത്ത് നോക്കിയാൽ മതി. ഭരണഘടന എന്നത് ആ ഭരണഘടന ഉണ്ടാക്കിയ എല്ലാ ആൾക്കാരും പൂർണ്ണമായും ഒരു സംശയം കൂടി ഇല്ലാത്ത രീതിയിൽ വെള്ളക്കാരൻ്റെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട പ്രജകളായിരുന്നു. നെഹ്റു ആയിക്കോട്ടെ, അംബേദ്കർ ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ, ഇനി BJPക്കാരായിക്കോട്ടെ, ഒക്കെ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അവരാരെയാണ് റെപ്രസെൻ്റ് ചെയ്തിരുന്നത് എന്ന ഭൗതിക സത്യം പോലും മറന്നുകൊണ്ടാണ് അവർ
വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ റിസോൾവ് എന്ന ആദ്യത്തെ വാചകം, നമ്മളെ ഭരണഘടനയിലെ ആദ്യത്തെ വാചകം എഴുതിയത്. അല്ലെങ്കിൽ സത്യസന്ധത എന്നതോ ശാസ്ത്രബോധം എന്നതോ ഇവർക്കുണ്ടായിരുന്നെങ്കിൽ we the representatives of the 11% people who are the taxpayers or graduates in any university, in a university, they are the only representatives of this. അല്ലാതെ ഒരു എല്ലാ ജനങ്ങളുടെയും റെപ്രസെൻറ്റേറ്റീവ് ആവാൻ ഒരു കാരണവും അതിന് അവകാശപ്പെടാനുള്ള ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല. അന്ന് 1935 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആക്ട് അനുസരിച്ചാണ് ഇവിടെ ഭരണഘടനാ സമിതി ഉണ്ടാക്കിയത്. ആ ഭരണഘടനാ സമിതിയിൽ ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള 292 ആണെന്നുണ്ട് ഓർമ്മ, എത്രയാണെങ്കിലും അത്രയും അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ, ആ തിരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശം 11% മാത്രം ടാക്സ് പേയേഴ്സ് ഉള്ള, അല്ലെങ്കിൽ ഭൂമിയുള്ള, ഒന്നുകിൽ ഭൂമി ഉണ്ടാണ്, അല്ലെങ്കിൽ വരുമാനം ഉണ്ടാവണം. ഇത് രണ്ടുമുള്ള ആകെ 11% ആൾക്കാരെ അന്നുണ്ടായിരുന്നുള്ളൂ. അല്ല, അതിനു പുറമെ ഈ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ഉള്ളവനും ആവാം. ഇങ്ങനെയുള്ള ആൾക്കാർ തിരഞ്ഞെടുത്തതാണ് ഈ ഭരണഘടനാ സമിതിയിലെ അംഗങ്ങൾ. അവരെ തിരഞ്ഞെടുത്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും മുന്തിയ കോൺസ്റ്റിറ്റ്യൂഷൻ, ജനാധിപത്യത്തിൻ്റെ മാതൃകയായ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും മാതൃകയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ അതിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് എ സിറ്റിസൺ, ജീവിക്കാൻ ആവശ്യമായ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. 10 മുതൽ 30 വരെയാണ് പ്രധാനമായ ആർട്ടിക്കിൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളത്. അതിലെവിടെയാണ് ജീവിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഉള്ളത്? എല്ലാവർക്കും ആവശ്യമായ ശുദ്ധവായു, ജീവിക്കാൻ ഏറ്റവും ആദ്യം ശുദ്ധവായു അല്ലേ വേണ്ടത്? പിന്നെ വേണ്ടത് ശുദ്ധജലം, അടുത്തത് വേണ്ടത് ഭക്ഷണം, പിന്നെ വേണ്ടത് വിശ്രമം, അല്ലെങ്കിൽ വിശ്രമിക്കാനുള്ള ഒരിടം. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം, വിദ്യാഭ്യാസം, പിന്നെ തൊഴിൽ, ഇങ്ങനെ പലതും പറയാം. ഈ കാര്യത്തിൽ എന്താണ് നമ്മളെ ഈ മഹത്തായ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്? ഒന്നുമില്ല. മറിച്ച് വെള്ളക്കാരന് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. എന്ത്? സ്വത്തവകാശം. കാരണം എന്താ? അവന് കുറേ സ്വത്തുണ്ട്. ഈ പ്രത്യേകിച്ച് അവരുടെ മതങ്ങൾക്ക്, മതപുരോഹിതർക്ക് ലോകത്ത്, ഈ ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ടൗണിൻ്റെ ഏറ്റവും കണ്ണായ സ്ഥലത്ത് ചർച്ചില്ലാത്തതുണ്ടോ? സ്കൂളില്ലാത്തതുണ്ടോ? ആശുപത്രി ഇല്ലാത്തതുണ്ടോ? അതൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് സ്വത്തവകാശം.
ഉറപ്പിച്ചു. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഭയങ്കര ആവശ്യം. പട്ടിണി കിടക്കുന്ന മനുഷ്യന് എന്ത് അഭിപ്രായം വേണ്ടത്? അത് മൗലികമായ ഒരു അവകാശമല്ല, അത് ഒരു സെക്കൻഡറി ആയിട്ടുള്ള അവകാശമാണ്. അതേപോലെ സ്വത്തും അങ്ങനെ തന്നെയാണ്. വലിയ സ്വത്തും കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജീവിക്കാൻ, ജീവൻ നിലനിർത്താൻ ആവശ്യമായ സാധനങ്ങളൊന്നും വെക്കാതെ സ്വത്തവകാശം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നേരെ മറിച്ച് അതേപോലെ അടുത്തതാണ് ഏറ്റവും ഭീകരം, മത സ്വാതന്ത്ര്യം. മതസ്വാതന്ത്ര്യം എന്തായാലും വേണ്ടതാണ്. കാരണം മുമ്പുള്ള ചരിത്രവുമായി പൂർവികരുമായിട്ടുള്ളൊരു ബന്ധമാണത്. അതുകൊണ്ട് തന്നെ അത് 100% പക്ഷേ അടുത്ത 25, 26, 27, 28, 29 ആർട്ടിക്കിൾ നിങ്ങൾ നോക്കുക. അവിടെയാണ് എല്ലാ കള്ളത്തരം നടന്നത്. ഈ വീഡിയോ കുറച്ചു നീണ്ടുപോകാൻ ക്ഷമിക്കണം. എന്താണ് മതസ്വാതന്ത്ര്യം? നമ്മൾ അംഗീകരിച്ച് 100% വേണ്ടതാണ്. പക്ഷേ അത് മൗലികമായ ഒരു അവകാശം, അതൊരു ഓപ്ഷനിലായിട്ട് വേണ്ടത്. ആവശ്യമുള്ളവർക്ക് മതി. ഒരു മതേതര രാജ്യത്ത് അങ്ങനെ തന്നെയാണ്, അതെല്ലാവരും അംഗീകരിക്കും. പക്ഷേ അടുത്ത മതപരിവർത്തന സ്വാതന്ത്ര്യം എന്തിനാണ്? അതും ഇന്ത്യ പോലുള്ള ഒരു സംസ്കാരത്തിൽ, ഇവിടെ ഒരു സിവിലൈസേഷനാണ്, ഒരു കൾച്ചറാണ്. ഇവിടെ അങ്ങനെ ഒരു മതമില്ല. പ്രത്യേകിച്ച് ഈ സെമിറ്റിക് മതങ്ങളെപ്പോലുള്ള ഒരു സ്വഭാവമില്ലാത്ത വ്യത്യസ്തമായ മതങ്ങളാണല്ലോ ഇവിടെ. ഒരിക്കലും മറ്റൊരാളെ ഈ മതത്തിലാക്കാനുള്ള ഒരു പരിപാടിയില്ല, അറിയില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ചെന്നായ്ക്കും ആട്ടുംകുട്ടിക്കും തുല്യ അവകാശം എന്ന നികൃഷ്ടമായ ദുരൂഹമായ ചതിയാണ് യഥാർത്ഥത്തിൽ വെള്ളക്കാരൻ അതിൽ വിത്തായിട്ട് വെച്ചത്. ഞാൻ അത് അവിടെ നിൽക്കണില്ല. അടുത്തതെന്താ? സ്ഥാപനം ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ മതങ്ങൾക്കും. പള്ളി, അമ്പലം, പിന്നെ മദ്രസ, പിന്നെ അങ്ങനെയുള്ള അതേപോലെ ആശുപത്രി, ഈശുപത്രി, ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം മൗലികാവകാശമാണ്. അതും മതങ്ങൾക്ക്. എങ്ങനെയുണ്ട്? അടുത്തത്, ഈ സ്ഥാപനങ്ങൾക്കൊക്കെ നികുതിയിൽ നിന്നും ഒഴിവ് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഈ പകയുടെയും വെറുപ്പിൻ്റെയും വിത്ത് യഥാർത്ഥത്തിൽ നമ്മളെ ഭരണഘടനയിൽ തന്നെ ഉറപ്പ് വരുത്തിയിട്ടാണ് വെള്ളക്കാരൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നത്. മാത്രമല്ല അതിലും വലിയൊരു ഒരു ഭരണഘടനയും, അതിലും നല്ലൊരു ഭരണഘടനയും നമുക്കൊരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന ബോധ്യം പോലും ഉണ്ടാക്കിയിട്ടാണ് അവരിവിടുന്ന് പോയത്. അതിൻ്റെ ഭാഗമാണ് ഇവിടെ RSSഉം അതേപോലെ പിന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയും പിന്നെന്താ SDP ഇവരൊക്കെ ഇവിടെ ഉണ്ടാവാനുണ്ടായ കാരണം. അതിനു മുമ്പ് ബ്രിട്ടീഷുകാരൻ വരുന്നതിന് മുമ്പ് ശരിയാണ്, ആധിപത്യം ഉണ്ടായിരുന്നവർ അവരുടേതായ നിലയിൽ അവർ പല കാര്യങ്ങളും ചെയ്തിട്ട് മതപരിവർത്തനത്തിന് ഇതൊക്കെ ശ്രമിച്ചിരുന്നു, നടന്നിരുന്നു എന്നൊക്കെ ശരിയാണെങ്കിൽ പോലും ഇതേപോലെ സമൂഹത്തിനകത്ത് നമ്മുടെ സാമൂഹ്യമായ വെറുപ്പും വിവേചനവും വിദ്വേഷവും പകയും
എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടിയത് വെള്ളക്കാരൻ വന്നിട്ടും വെള്ളക്കാരൻ പോകുമ്പോൾ അത് പൂർണ്ണമായും നിലനിർത്തി അങ്ങനെ നമ്മൾ ഒരിക്കലും ഇന്ത്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ, ഏറ്റവും ശക്തമായ, ഏറ്റവും സാംസ്കാരികമായും സാമ്പത്തികമായും വ്യാവസായികമായും ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ഒരു രാജ്യമായിരുന്നു. ആ രാജ്യത്തെ രണ്ടാമത് വെറുതെ അങ്ങോട്ട് വിട്ടാൽ, അതായത് ഒരു കോളനി ആയിട്ടല്ലാതെ, കൺസ്യൂമറായിട്ടല്ലാതെ യഥാർത്ഥത്തിൽ ഒരു പ്രൊഡ്യൂസറായിട്ട് ആവാനുള്ള ചാൻസ് കൊടുത്താൽ ഈ രാജ്യം ഈ യൂറോപ്യന്മാരൊക്കെ യഥാർത്ഥത്തിൽ കൺസ്യൂമർ ആവും എന്ന ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് അവർ അതിന് ശേഷം ഇത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് നല്ലൊരു ഭരണഘടന തന്നതിന് ശേഷം ഈ രാജ്യം വിട്ടത് എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. അതായത് ഇന്നത്തെ RSSനോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോടുള്ള മതവിദ്വേഷത്തിനോ ക്രിസ്ത്യാനികളോടുള്ള മതവിദ്വേഷത്തിനോ യഥാർത്ഥ കാരണം അവരുടെ നിസ്സഹായതയാണ്. കാരണം അവരുടെ മക്കള് ഓരോ ദിവസവും ഓരോ മന്ത്രവാദികളെ പിടിച്ചുകൊണ്ടുപോവുകയാണ്. ആ മന്ത്രവാദിനികൾക്ക് പല 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 ആകർഷകത്വങ്ങളും കാണിച്ചിട്ട് അവരെ ഓരോരുത്തരെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും വെറുപ്പും വിദ്വേഷവും പകയുണ്ടാവും. അത് ചൂഷണം ചെയ്തിട്ടാണ് ഇന്നിവിടെ RSS നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ അതിന് കൗണ്ടറായിട്ടാണ് ഇവിടെ ജമായത്തും വളരുന്നത്. ജമായത്ത് എന്ന് പറഞ്ഞാൽ ജമായത്ത് ആയിക്കോട്ടെ, SDP ആയിക്കോട്ടെ, ഇത് രണ്ടും തിരിച്ചറിഞ്ഞ് നമ്മൾ ഇവിടെ നമ്മളെ ഭരണഘടനയിൽ യഥാർത്ഥത്തിൽ മതങ്ങളുടെ അതിരുകൾ എന്താണെന്നും മതങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യമാണെന്നും സാമൂഹ്യമായി ചെയ്യേണ്ട ഒരു കാര്യം അതിലില്ല എന്നും സ്വയം ശുദ്ധീകരിക്കാനും സ്വയം വളരാനും വികസിക്കാനും ആത്മീയമായി ഉയരാനും മതം അത്യാവശ്യമാണെന്നും നമ്മുടെ പൂർവികരുമായിട്ടുള്ള ബന്ധമാണതെന്നും 100% അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിന് അതിരുകളില്ലാതെ ഈ രാഷ്ട്രീയത്തിൽ എല്ലാ കാര്യങ്ങളിലും അവരിടപെടാൻ തുടങ്ങിയാൽ ഇങ്ങനെയല്ല ഇതിൻ്റെ അപ്പുറം വരുന്നും. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് അരമണിക്കൂർ കൂട്ടാനോ കുറയാനോ സ്കൂളിൽ കഴിയുന്നുണ്ടോ? കാരണം എന്താ? ഭരണഘടനയാണ്. ഭരണഘടനയിൽ മദ്രസകൾ ഉണ്ടാക്കാനും അവർക്ക് അവരുടേതായ എന്തൊരു സങ്കടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുട്ടിയുടെ ബാല്യകാലം മുഴുവൻ നശിപ്പിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. ആ കുട്ടിക്ക് ശ്വാസം വിടാൻ നേരമുണ്ടാവും. ഈ കുട്ടികളെ രാവിലെ 6 മണിക്ക് മദ്രസയിൽ വിട്ടാൽ പിന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഭക്ഷണം കഴിച്ച് പിന്നെ സടകുടഞ്ഞ് പിന്നെ സ്കൂളിലേക്കുള്ള പുസ്തകം ഇതും കൊണ്ട് ഓടുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് വന്നാൽ പിന്നെ 4 മണി കഴിഞ്ഞാൽ പിന്നെയും മദ്രസയിൽ. ഈ കുഞ്ഞുങ്ങൾ എന്തായിരിക്കും എങ്ങനെയാണ് അവർ ജീവിക്കുക? അവർക്ക് സ്വന്തമായിട്ടൊന്ന് ആലോചിക്കാനോ ചിന്തിക്കാനോ സ്വയം അവരുടെ മനസ്സിനെ ഈ സമ്മർദ്ദങ്ങളില്ലാത്ത നിമിഷങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും എല്ലാ വികാസത്തിനും, നിങ്ങളൊക്കെ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ വികാസത്തിനും എല്ലാ വികസനങ്ങൾക്കും എല്ലാ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾക്കും ഏറ്റവും
പ്രധാന കാരണം മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ സമ്മർദ്ദങ്ങളൊന്നുമില്ലാത്ത നിലക്കുള്ള കണ്ടുപിടുത്തങ്ങളാണ്. സമ്മർദ്ദങ്ങളുള്ള നേരത്ത് കണ്ടുപിടുത്തം സാധ്യമല്ല എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കാര്യത്തിൽ ഇനിയും കുറേ നമുക്കതിൽ പറയാനുണ്ട്. പക്ഷേ ഇത് സമയം കുറേ കൂടുതലായതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിർത്തട്ടെ. അതായത് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ മതവിദ്വേഷത്തിനും പകക്കും വർഗീയതക്കുള്ള കാരണം യഥാർത്ഥത്തിൽ അവരെ അടിച്ചമർത്തുന്നത് കൊലക്ക് വളം വയ്ക്കുന്നത് പോലെയാണ്. അതിനുള്ള യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കി അത് തിരുത്താത്തിടത്തോളം കാലം, അതായത് നമ്മളെ ഭരണഘടന നമ്മളെ നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നേടാതെ, ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ ഭരണഘടനയിൽ എത്ര പേരുണ്ടാവും മതപരിവർത്തനം അല്ലെങ്കിൽ എൻ്റെ കുട്ടികളൊക്കെ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളുണ്ടാവില്ല. ഈവൻ തീവ്രവാദികളായ മുസ്ലിങ്ങൾ പോലും ഉണ്ടാവില്ല. അവൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഒരു ജമാഅത്തുകാരന് പോലും അയാളുടെ മക്കളെ മറ്റാരെങ്കിലും കൊണ്ടുപോകുന്നതിനെ കുറിച്ച് എന്തായിരിക്കും? അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണഘടനയിൽ തന്നെ ഇങ്ങനെയുള്ള മതങ്ങളുടെ അതിരുകൾ കൃത്യമായിട്ട് നിർവചിച്ച് ഇടാത്തിടത്തോളം കാലം ഈ സംഭവം തുടരും. മാത്രമല്ല നമ്മുടെ മതവിദ്വേഷവും പകയും അതായത് യഥാർത്ഥത്തിൽ സാമൂഹ്യ ശിഥിലീകരണം, വെള്ളക്കാരൻ വിചാരിച്ച പോലെ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്ന് തള്ളിയ, എന്നാലോ ഒന്നുമല്ല എന്ന് പറയും. അവരൊക്കെ എപ്പോഴും വലിയ പ്രാവുകളെ പോലെ ശാന്തരും ശുദ്ധരുമാണെന്ന് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞ, നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു, 13 കോടി ജനങ്ങളെയാണ് വെറും 40 കൊല്ലം കൊണ്ട് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ കാലപുരിക്കയച്ചത് എന്ന ഒരു റിസർച്ച് ഫൈൻഡിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ വായിച്ചു. ബെൻ നോട്ടൻ്റെ എന്തായാലും ഞാൻ അതിൻ്റെ ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴേ ബെൻ നോർട്ടൻ്റെ ഒരു വീഡിയോയിലാണ് ഞാനത് കണ്ടത്. വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കണിശമായിട്ടും ഡോക്യുമെൻ്റോടുകൂടി നമ്മളോട് സംസാരിക്കുന്ന ബെൻ നോർട്ടൻ്റെ വീഡിയോയിൽ നിന്നാണ് ഞാൻ കണ്ടത്. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.